പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നിന്റെ ദൈവം നിനക്ക് ബലം കൽപ്പിച്ചിരിക്കുന്നു. സങ്കീർത്തനം 68:28. ദേശീയ ഉത്സവവേളയിൽ ഉപയോഗിച്ചു പോകുന്ന ഒരു ഗാനമാണെന്നും യഹൂദന്മാർ പെന്തക്കോസ്ത് പെരുന്നാൾ കാലത്ത് സിനഗോഗിൽ ആരാധനയിൽ ഇത് ഉപയോഗിച്ചിരുന്നുവെന്നും നാം ഇന്നലെ ചിന്തിച്ചിരുന്നു. ഈ വാക്യം ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് എടുക്കുവാൻ പ്രത്യേകമായ ഒരു കാരണമുണ്ട്. ഒരു വൈദികൻ തൻ്റെ കഴിഞ്ഞ ജീവിതകാലത്തെക്കുറിച്ച് ഒരു ചുരുക്കപ്പട്ടിക പറഞ്ഞപ്പോൾ ഈ വാക്യം പ്രത്യേകം എടുത്തു പറയുകയും തന്നെ ഏറെ സ്വാധീനിച്ചിരുന്ന ഒരു വാക്യമാണെന്ന് പറയുകയുണ്ടായി. അദ്ദേഹം സഭയുടെ ഒരു പ്രധാന സ്ഥാപനത്തിൻ്റെ ചുമതലക്കാരനായിരുന്നു. അതിനോടനുബന്ധിച്ചുള്ള കുരുക്കുകളും പ്രശ്നങ്ങളും വളരെ പ്രാർത്ഥനാപൂർവ്വം അഴിക്കുമ്പോൾ നേരിടേണ്ടി വന്നിട്ടുള്ള അനുഭവങ്ങളുടെ പ്രധാന ദിവസങ്ങളിൽ വേദപുസ്തകം എവിടെ വെച്ച് തുറന്നാലും ആദ്യം ഈ വാക്യം കണ്ണിൽ പെടുമായിരുന്നു അത്രേ. ആദ്യമൊക്കെ അത് വലിയൊരു ആശ്വാസമായിരുന്നു. പിന്നീട് അത് കാണുന്ന ദിവസങ്ങളോടനുബന്ധിച്ച് പ്രശ്നങ്ങൾ കൂടി വരുവാൻ തുടങ്ങിയപ്പോൾ വലിയ ഭാരമായിരുന്നു അത്രേ. പക്ഷേ വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത്, പല വിഷയങ്ങളും നേരിടേണ്ടി വന്നപ്പോഴും ദൈവകൃപ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് എല്ലാ വിഷയങ്ങളും 100% വിജയത്തിലെത്തിയത്. പറഞ്ഞു നിർത്തിയപ്പോൾ ഒരു കാര്യം കൂടെ അദ്ദേഹം പറഞ്ഞു, എൻ്റെ ദൈവം എനിക്ക് ബലം കൽപ്പിച്ച് എൻ്റെ കൂടെ ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ തറ പറ്റിയേനെ. അദ്ദേഹം നേരിടേണ്ടി വന്ന പ്രശ്നങ്ങൾ ഒരുപക്ഷെ നമുക്കും അനുഭവേദ്യമാകുവാൻ സാധ്യതയുള്ളതുകൊണ്ടും അങ്ങനെയുള്ളവർ ദൈവത്തിൽ ആശ്രയിക്കേണ്ട ആവശ്യമുള്ളതുകൊണ്ടും ചുരുക്കമായി പറയട്ടെ, ഇന്നത്തെ സദാചാര പോലീസ് ചമയുന്ന പോലുള്ള സ്വന്തം വിഭാഗത്തിൽ നിന്നുള്ള എതിർപ്പ്, അവർക്ക് സുതാര്യതയല്ല ആവശ്യം, അവരുടെ പേരിൻ്റെ മഹിമയാണ്, അവരൊട്ടും ചെയ്യുകയുമില്ല ചെയ്യിക്കുകയുമില്ല എന്ന വിധത്തിൽ പെരുമാറിയിരുന്നു അത്രേ. പൊതു വസ്തു സ്വന്തമായി അനുഭവിക്കാൻ ആഗ്രഹിക്കുന്ന ചില നാട്ടുകാരുടെയും സാമൂഹ്യ ദ്രോഹികളുടെയും കുപ്രചരണവും അവഹേളിക്കലും സഹായിക്കുമെന്ന് കരുതുന്നവർ സഹായിക്കാതിരിക്കുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്യുക. ഇങ്ങനെയുണ്ടായിരുന്ന കാലഘട്ടങ്ങളിൽ എന്തിനെൻ്റെ ദൈവം എന്നെ ഇങ്ങോട്ട് അയച്ചു എന്ന് പ്രാർത്ഥിച്ചിരുന്നു അദ്ദേഹം. മനുഷ്യൻ ബലഹീനനാണ്, എത്ര ശക്തനായിരുന്നാലും തളർന്നു പോയെന്ന് വരും. സ്വർഗത്തിൽ നിന്ന് യാഗപീഠത്തിൽ തീയിറക്കിയവനായ ഏലിയാ പ്രവാചകൻ പോലും തളരുന്നതായി നാം കാണുന്നു. ജീവിച്ചിരിക്കുന്ന എന്തിനെന്ന് ചോദിക്കുകയും ചെയ്യുന്നു. പക്ഷെ പിന്നത്തേതിൽ ദൈവിക ശബ്ദം കേട്ട് അതീവ ശക്തിയോടെ എഴുന്നേൽക്കുന്ന ഏലിയാവെ നാം കാണുന്നു. നാമും തളരുവാൻ ഇടവരരുത്. തളർന്നാലും ദൈവിക ശബ്ദം കേട്ട് എഴുന്നേൽക്കണം. നിന്റെ ദൈവം നിനക്ക് ഈ പ്രഭാതത്തിൽ ദൈവിക ശക്തി കൽപ്പിച്ചിരിക്കുന്നു. ഹെസ്കിയേലിന്റെ പ്രവചനത്തിൽ ഉണങ്ങിയ അസ്ഥി കൂമ്പാരത്തെ ഒരു ജനസമൂഹമാക്കി തീർത്ത ദൈവം തമ്പുരാൻ നാം ഓരോരുത്തരുടെയും കൂടെയുണ്ട്. ഒന്ന് മാത്രം നാം ഓർക്കുക, പാവത്തെ വിട്ട് ഓടണം, അവന് സങ്കേതം പ്രാപിക്കുകയും വേണം. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഈ ലോക ജീവിതത്തെ അനേകം പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും പ്രതീക്ഷിക്കാത്തതിൽ നിന്നും അപ്രതീക്ഷിതമായും വന്നു ചേരുന്നു. നിന്റെ ബലഹീനദാസരായ ഞങ്ങൾ അശക്തരാകുന്നെന്ന് അവിടുന്ന് അറിയുന്നുവല്ലോ. നിന്റെ ബലം ഞങ്ങൾ കൽപ്പിച്ച് അയച്ചു തരണമേ. ഞങ്ങൾ എന്നാളും നിന്നെയും നിന്റെ പിതാവിനെയും നിന്റെ പരിശുദ്ധ റൂഹായെയും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുവാനായിട്ട് തന്നെ. ആമേൻ.